ഇനി മണി മാനേജ്മെന്റ്. ഇപ്പം ഞാൻ പല ആളുകളോടും ചോദിക്കുമ്പോൾ മണി മാനേജ്മെന്റ് ചോദിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, 1:2 ആണ് എൻ്റെ മണി മാനേജ്മെന്റ് കണ്ടീഷൻ. സോ ആക്ച്വലി അതല്ല. അതായത് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ വെച്ചിട്ട് എത്ര തവണ ഫെയിൽ ആവാം. പ്രോഫിറ്റ് എന്നുള്ളത് പിന്നെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അതായത് ഒരു $1000 ഉണ്ടെങ്കിൽ ആ $1000 വെച്ച് നമുക്ക് ഒരു 500 തവണ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബൈ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ഈ സ്ട്രാറ്റജിയിൽ അതിന് ഒരു 50% പ്രോബബിലിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് ഞാൻ എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കണം എന്നുള്ളതിന്റെ എന്താണ് പ്രീകാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് മണി മാനേജ്മെന്റ്. അത് നമുക്ക് എഴുതി വെക്കാനും പറ്റണം. അപ്പൊ നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. അത് നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഒരു എന്താ പറയുക ലാഡർ പോലെ അതുവഴി കയറി പോകാൻ പറ്റും. പിന്നെ മണി മാനേജ്മെന്റിന്റെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെയിം ടൈം ഇത് കോമ്പൗണ്ട് ചെയ്യപ്പെടുകയും വേണം. അതല്ലാത്ത പക്ഷം പൈസ ഉണ്ടാക്കുക എന്നുള്ള കോൺസെപ്റ്റേ വർക്കാവില്ല. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് എങ്ങനെയാണ്, മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഇതാണ്.